ഞാനേ വലിയ ദാനശീലനാ. ആരെന്ത് ചോദിച്ചാലും ചോദിച്ചതിൽ കൂടുതൽ കൊടുക്കും. പറ, നിനക്കെന്താ വേണ്ടത്? ചോദിച്ചോ. എനിക്ക് ഇപ്പോ വേണ്ടത് കുറച്ച് വെള്ളമാ. ഭയങ്കര ദാഹം. ഇപ്പൊ ശരിയാക്കി തരാം. ഇതാ വെള്ളം, കുടിച്ചോ. അയ്യോ, ഥു, എന്തൊരു കയ്പ്. ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ തരുമെന്ന്. വെള്ളത്തിൽ ഞാൻ കുറെ പാവയ്ക്ക അരച്ചു ചേർത്തു. അവൻ എന്നെ ശരിക്കും പറ്റിച്ചു. സാരമില്ല, നമുക്ക് അവനും ഒരു പണി കൊടുക്കാം. ഞങ്ങൾ ഇതാ വരുന്നു. ചേട്ടാ, ആ കഴുതയെ പറ്റിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞു. ചേട്ടനാള് കൊള്ളാമല്ലോ. ഇതുപോലുള്ള ബുദ്ധിമാന്മാരെ ഞങ്ങൾ സമ്മാനം കൊടുത്ത് ബഹുമാനിക്കുന്ന പതിവുണ്ട്. സമ്മാനമോ? അതെ, ഈ പഴമ സമ്മാനം. അയ്യടോ, വാഴപ്പഴം എനിക്കിഷ്ടമോ. അയ്യോ, എരിയുന്നേ. കൂടുതൽ കൊടുക്കുന്നതല്ലേ ദാനശീലം. അതുകൊണ്ട് ഞങ്ങൾ പഴത്തിനോടൊപ്പം ഒരു മുളകും തിരികിയിരുന്നു. അയ്യോ, വെള്ളം വെള്ളം. എടാ, അക്കരെ പോയി 2 പഴം പറിച്ചുകൊണ്ട് പോ. അയ്യോ, അയ്യോ, എന്താടാ? പിടിയാവുന്നു, അനങ്ങാൻ പറ്റുന്നില്ല. മണ്ട, ഒന്നും കൂടി ശ്രമിക്ക്. പറ്റുന്നില്ല ചേട്ടാ. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? മൊണ്ടൻ, പേടി തൊണ്ടൻ. ഔ, പറ്റാത്ത പണിയാണെങ്കിൽ തുടക്കത്തിലേ പറയണ്ടേ? നടുവിൽ ചെന്നിട്ടാണോ പറ്റില്ല എന്ന് പറയുന്നത്? ചേട്ടാ, അനിയനിങ്ങനെ ക്രൂരമായി തല്ലരുത്. ക്രൂരമായി തല്ലു. പാലത്തിൽ നടക്കാൻ പറ്റില്ലെങ്കിൽ അത് നടുക്കു ചെന്നാണോ പറയുക? ഈ അറ്റത്തു നിന്നേ പറയണ്ടേ? ഇതിപ്പോ എനിക്ക് പണിയായില്ലേ? എല്ലാ കാര്യവും ഒരറ്റത്ത് വെച്ച് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ചേട്ടാ. ഇതൊക്കെ പോട്ടെ, ചേട്ടൻ ഒരു ഊഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാമോ? ഊഞ്ഞാലോ? റെഡി. എവിടെ? ഉഗ്രൻ. ആനച്ചേട്ടാ, ആട്ടിക്കോ. അമ്മേ, പേടിയാവുന്നേ. നിർത്തണേ. നിർത്തി. അറ്റത്ത് എത്തിയപ്പോഴാ നിർത്തിയത്. അയ്യോ, ഇപ്പൊ മനസ്സിലായില്ല എല്ലാ കാര്യവും ഒരറ്റത്ത് വെച്ച് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലെന്ന്. അക്കു ഇക്കു, എനിക്കും ബുദ്ധിമാനാവണം. അതിനെ പറ്റിയ ഉപദേശം തരാമോ? എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഉപദേശം കൊണ്ട് കൂടുതൽ ബുദ്ധി കിട്ടില്ല. പക്ഷെ ഒന്ന് പറയാം, ഏത് ബുദ്ധിമാനും ചിലപ്പോൾ മണ്ടനായി പോകും. അതെങ്ങനെ? കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. ബുദ്ധി ഉണ്ടെങ്കിൽ മണ്ടത്തരം പറ്റില്ല. ഞങ്ങൾ തെളിയിക്കാം. ആദ്യം ഒരു വേലി ഉണ്ടാക്കട്ടെ. ശരീരം അണയാതെ അടിയിലൂടെ അപ്പുറത്തേക്ക് കടക്കാമോ? കിടക്കുകയും ഒഴുകുകയും ഒക്കെ ചെയ്യാം. അത് എളുപ്പമാ. വെരി ഗുഡ്. നീളം കൂടിയ ഗ്യാപ്പായത് കൊണ്ട് ഈസിയാ. അതെ. ഇതും പറ്റും. ആവശ്യത്തിന് ഇടമുണ്ട്. വെരി ഗുഡ്. ഇനി ഒന്നുകൂടി ഗ്യാപ്പ് കുറയ്ക്കാം. ഇനി ഒന്ന് നോക്കാമോ? ശരീരം വളയരുത്. അയ്യോ, ഇത് തീരെ ചെറുതാ. ശരീരം വളയ്ക്കാതെ ഇത് നടപ്പില്ല. ഞാൻ തോറ്റു. വശം ചെരിഞ്ഞ് തന്നെ കിടക്കണം എന്ന് ആര് പറഞ്ഞു? തല ആദ്യം അപ്പുറത്തിട്ട് ഇങ്ങനെ കിടന്നാൽ പോരെ. ശരീരം വളയാതെ നുഴഞ്ഞു കിടക്കാം. ഓ, അത് ഞാൻ ഓർത്തില്ല. വശം ചെരിഞ്ഞ് കിടക്കാവുന്ന ഗ്യാപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നപ്പോൾ അറിയാതെ ഈ സിമ്പിൾ വഴി മറന്നുപോയി. അതാണ് പറഞ്ഞത്, കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കും.